വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതാ എനിക്ക് മുഖത്തെല്ലായിടത്തും പൊന്തി തുടങ്ങുന്നുണ്ട്, കഴുത്തിലും പൊന്തി തുടങ്ങുന്നുണ്ട്, കൈമയും വയർമയും പുറത്തും ഒക്കെ, ചെവിയിലാണ് ഏറ്റവും കൂടുതലുള്ളത്, ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് അറിയാണ്ട് നമ്മൾ നോർമലാണെന്ന് വെച്ച് ചൊറിഞ്ഞു പോണതാണ്. ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആർക്കും ഈ ഒരു അസുഖം വരാതിരിക്കട്ടെ. ഒരു ഭീകരമായിട്ടുള്ളൊരു അസുഖം, ഒരു നശിച്ച രോഗം എന്ന് പറയട്ടെ, അങ്ങനത്തെ ഒരു രോഗമാണ്. ഇരിക്കാനും പറ്റില്ല, കെടുക്കാനും പറ്റില്ല, ഉറങ്ങാനും പറ്റില്ല, എഴുന്നേറ്റിരിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളൊരു രോഗമാണ് കേട്ടോ. അപ്പോൾ ആർക്കും ഇത് വരാതെ ഇരിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാം കേട്ടോ. മുഖത്ത് നല്ലോണം പൊന്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാം കാണാത്തത്. നാളെയൊക്കെ ആകുമ്പോൾ നല്ലോണം ആവും. അപ്പോൾ ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം, കാരണം കഫം നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. എത്ര ഉച്ചയ്ക്കൊക്കെ എന്താ ഞാൻ കുടിച്ചത് ഈ അച്ചാറും കഞ്ഞിയാണ് കേട്ടോ. ഭർത്താവിന് വേറെ ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ പാവം. അപ്പോൾ അത് കഴിച്ചപ്പോൾ വൈകുന്നേരം ഒന്ന് കുളിച്ചപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു കടലയുണ്ട് കുറച്ചപ്പോൾ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ടേ, എരിവ് അധികം ഇല്ലാതെ ഒരു ദോശയും കൂട്ടിയിട്ട് മോനും കൊടുക്കാം, അവനും അത് ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിരുന്നു. അപ്പോൾ അതേ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാ. കുളി കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് വന്നാലും ഉള്ള ദിവസം കുളിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെപ്പോഴും വൃത്തിയായിട്ടിരിക്കുക. കുറേ സോപ്പ് അരച്ച് തേച്ച് മിനിക്ക് കുളിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ജനറലായിട്ടൊന്ന് നമ്മൾ ഒന്ന് കുളിക്കണം. കാരണം നമുക്ക് വയർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണവും കൂടും. അതുപോലെ തന്നെ ഇത് വർദ്ധിക്കാനും ഇടയുണ്ടെന്നാണ് പറയാനുള്ളത്. അതിൽ വറുത്തതും പൊരിച്ചതും നമുക്ക് കൂടുതൽ ദഹിക്കാത്ത സാധനങ്ങൾ, അങ്ങനത്തെ നോൺ വെജ് അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. കാരണം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും, കാരണം ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതാണ്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് ആദ്യം ബാധിക്കുക കുടലിനെയാണ്. അപ്പോൾ ദഹിക്കാനും കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ തൊണ്ടയിലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും വേറെ ഇവിടെ പുതിയത് തോന്നുന്നുണ്ട്, ഇവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ, എല്ലായിടത്തും വരുന്നുണ്ട്. എൻ്റെ മുഖം ഇനി നാളേക്കാകുമ്പോൾ കൂടും തോന്നുന്നു. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. തീരെ വയ്യ. ആർക്കും ഇങ്ങനെയുള്ളൊരു അസുഖം വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ തോന്നും, ഇരിക്കുകയാണെങ്കിൽ കെടുക്കാൻ തോന്നും, അല്ലെങ്കിൽ ഒന്ന് കിടന്ന് ഉരുണ്ടുക. ഒരു സംഭ്രമമാണ്. സംഭ്രമം എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, എന്താ ചെയ്യേണ്ടതെന്നൊരു അവസ്ഥയിൽ അങ്ങനത്തെ ഒരു സംഭ്രമമാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അതുപോലെ നമുക്ക് കുറേ ഫാനിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം തണുക്കും. ഫാൻ ഓഫ് ചെയ്താൽ നമുക്ക് ചൂടെടുത്ത് മരിക്കും. അങ്ങനെ എന്തിട്ടാ ചെയ്യണ്ടേ, എങ്ങനെയാണ് ഇരിക്കണ്ടേ, എങ്ങനെ ഒരു രാത്രി കഴിക്കണ്ടേന്ന് ആലോചിച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. ഈ രാത്രി ആകുമ്പോഴേ സംഭവം കൂടുക. അപ്പോൾ ഞാൻ വേഗം ഭക്ഷണമൊക്കെ ഇപ്പോൾ കഴിച്ചു. ഭക്ഷണം ഇപ്പോൾ വേഗം കഴിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. വേഗം മരുന്ന് കഴിക്കണം. അതാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഇത്. കാരണം രാത്രി ഉറങ്ങാൻ പറ്റണില്ല. സംഭ്രമം എടുത്തിട്ടേ സോക്സൊക്കെ ഇട്ട് കിടക്കും ചിലപ്പോൾ, എന്നിട്ട് സോക്സ് ഊരിക്കളയും, പുതച്ച് കിടക്കും, പുതപ്പ് ഊരിക്കളയും. അങ്ങനെയാണ്. കാരണം ഭയങ്കര സംഭ്രമമാണ് ഈ സാധനം വന്നു കഴിഞ്ഞാൽ. ഈ ജീവിതത്തിൽ ആർക്കും വരാണ്ടിരിക്കട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തരാവുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എല്ലായിടത്തേക്കും എല്ലാവരും പോകുന്ന ആൾക്കാരെ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം സാനിറ്റൈസർ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഇപ്പോൾ നവംബർ മുതൽ മാർച്ച് വരെയാണ് ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. മാർച്ചൊക്കെ മാസമാകുമ്പോൾ ഇതിൻ്റെ പീക്ക് ലെവലിൽ എത്തുന്നതാണ് പറയുന്നത്. അതായത് കുറേ പേർക്ക് ചിക്കൻ ബോക്സ് നവംബർ മുതലാണ് ഇപ്പോൾ ചിക്കൻ ബോക്സിൻ്റെ ആരംഭം എന്നാണ് ഇപ്പോൾ പൊതുവെ പറയുന്നത്. അപ്പം പരമാവധി എല്ലാവരും എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പബ്ലിക് ടോയ്ലറ്റുകളിലൊക്കെ ഒരുപാട് ആളുകൾ പോകുന്നതാണ്. എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ ടോയ്ലറ്റിൽ പോകുന്ന ആൾ. പുള്ളിക്ക് പൈൽസിൻ്റെ കുറച്ച് അസുഖമുണ്ട്. അപ്പം പുള്ളി എങ്ങടെയും പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകാണ്ടിരിക്കാൻ പുള്ളിക്ക് പറ്റില്ല. ഏത് ഹോട്ടലിൽ കയറിയാലും ആ ഹോട്ടലിലെ ടോയ്ലറ്റിൽ പുള്ളി കയറും. അപ്പോൾ ഞാൻ പറയുന്നത്, ഒന്നല്ലെങ്കിൽ ടോയ്ലറ്റ് കവർ ചെയ്യാനുള്ളൊരു സംഭവം കിട്ടും, അത് നമ്മൾ സ്ഥിരം കൊണ്ടുനടക്കുക, സാനിറ്റൈസ് ചെയ്ത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ എന്താ പറയുക, സ്ത്രീകൾ കൂടുതൽ യൂറിൻ പാസ് ചെയ്യാനായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പരമാവധി നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഈ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ തന്നെ ഇരിക്കാതെ തന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റും. അത് നമ്മളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താ പറയുക, നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാൻ കൂടുതൽ ഇന്ത്യൻ ക്ലോസറ്റ് നോക്കി പോകുന്ന ഒരാളാണ്. കാരണം വേറൊരു ഹോട്ടലാണ് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ അങ്ങനത്തെ ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്കിത് ഇപ്പം ഹസ്ബൻഡിന് ഹസ്ബൻഡിൻ്റെ എവിടെ നിന്ന് വന്നു നമുക്കറിയില്ല. എങ്ങനെയാണ് വന്നതെന്നുള്ളതും നമുക്ക് അതിൻ്റെ ഒരു ഉറവിടം നമുക്കറിയാൻ പാടില്ല. അപ്പം
അത് വന്നു. കാരണം ഹസ്ബൻഡിന് നോക്കാണ്ടിരിക്കാനും പറ്റില്ല. മോനും വന്നു ഇപ്പോൾ. അപ്പോൾ അത് മോന് ഭാഗത്തിന് അത്രയ്ക്കും കൂടെ ആയിട്ടില്ല. ഇനി അവന് ചെറിയ കുട്ടി ആയതുകൊണ്ട് അവന് ഈ വിഷമങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാണെന്ന് അറിയില്ല. അവന് അത്യാവശ്യത്തിന് പൊന്തിയിട്ടുണ്ട്, മുഖത്തൊഴികെ പുറത്തും വയറുമൊക്കെ അത്യാവശ്യത്തിന് കുരു പൊന്തിയിട്ടുണ്ട്. എനിക്കിത് വന്നു തുടങ്ങണുള്ളൊക്കെ നല്ല ചൊറിച്ചിലുണ്ട്. ചൊറിച്ചിലിൻ്റെ മരുന്ന് കഴിച്ചിട്ട് പോലും കുറവില്ല. തലവേദനയുടെ മരുന്ന് കഴിച്ചിട്ട് പോലും കുറവില്ല. പനിയുടെ മരുന്ന് കഴിച്ചിട്ട് പോലും അത് എഫക്റ്റ് ചെയ്യുന്നില്ല നമുക്ക്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഇനി രാത്രി ആകുമ്പോൾ എങ്ങനെയാണ് പിറ്റേ ദിവസം കാലത്തേക്ക് ആ നേരം വെളുപ്പിക്കുക എന്നത് ഓർത്തിട്ട് തന്നെ എനിക്ക് പേടിയായിട്ട് വയ്യ. അപ്പോൾ ആർക്കും വരാതിരിക്കട്ടെ, പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി വന്നവരുണ്ടെങ്കിൽ, വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്താ പറയുക, ആവിയൊക്കെ പിടിച്ചു. കാരണം ഡോക്ടർ പറഞ്ഞു ആവി പിടിക്കണം, കാരണം എനിക്ക് കഫം വന്നിട്ടുണ്ട്, നല്ലോണം കഫക്കെട്ടുണ്ട് പറയുന്നു. മൂക്കിൽ നിന്നൊന്നും വലിക്കുന്നൊന്നുമില്ല, പക്ഷെ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആവി പിടിച്ചു, കുളിച്ചു. അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെന്തും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഡോക്ടർ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുക. ആർക്കും ഈ രോഗം വരാതിരിക്കട്ടെ. ഞാനിപ്പോൾ അതാണ് ഈ 2 ദിവസം തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ രാത്രിയിലത്തെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഞാനിരിക്കണേ. എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഞാനൊന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇത്രേ ഉള്ളൂ. ബൈ. അപ്പോൾ വേഗം മാറട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതാണ് കേട്ടോ. ബൈ.